ലെബനനിൽ വലിയ രീതിയിൽ തന്നെ വ്യോമാക്രമണം കനക്കുമ്പോൾ ബോംബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇസ്രായേൽ സേന മുൻപോട്ട് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പലായനം തുടങ്ങി എന്നുള്ളതാണ് ലെബനനിൽ നിന്നുള്ള വാർത്തകളും ഒപ്പം അവിടുത്തെ സോഷ്യൽ മീഡിയ ഫുട്ടേജുകളും കാണിക്കുന്നത്. ബെയ്റൂട്ട് അടക്കമുള്ള നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഇത് വലിയ ഗതാഗത കുരുക്കും സൃഷ്ടിച്ചിട്ടുണ്ട്. വാഹനങ്ങളിലും മറ്റും പുറത്തേക്ക് പോകുന്നവരുടെ വീഡിയോ ഫുട്ടേജുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും. ബെക്ക താഴ്വരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൂട്ടമായി തന്നെ ജനം പലായനം ചെയ്യുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. ഈ പോകുന്ന ജനങ്ങൾക്ക് അഭയം നൽകുമെന്ന് അധികൃതർ പറയുന്നുണ്ട്. അതിനായി അവർക്ക് വേണ്ടി സ്കൂളുകളും മറ്റും തുറന്നിട്ടുണ്ട്. 2006 അതിഭീകരമായ ഒരു യുദ്ധം ലെബനൻ ജനത അഭിമുഖീകരിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു വലിയ യുദ്ധത്തെ അവർ അഭിമുഖീകരിക്കുന്നത്. പലയിടത്തു നിന്നും ജനങ്ങൾ അവരുടെ വീട് വിട്ട്, ബെയ്റൂട്ട് എന്നൊക്കെ പറയുന്നത് അവരുടെ തലസ്ഥാനമാണ്, വലിയ നഗരമാണ്. ആ നഗരത്തിൽ നിന്നൊക്കെ വീടുകൾ വിട്ടവർ പുറത്തേക്ക് ഇറങ്ങി പലായനം ചെയ്യുന്ന ഒരു കാഴ്ച, വളരെ ദയനീയമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. റോഡുകളൊക്കെ ഇവരുടെ വാഹനങ്ങളെ കൊണ്ട് വലിയ ഗതാഗത കുരുക്കുമാണ്. കാരണം പരിഭ്രാന്തരായ ഒരു ജനതയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത ഒരു ജനത. അവർ കൈ കിട്ടിയതും എടുത്തുകൊണ്ട് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച. അവർക്ക് വേണ്ടി അഭയമൊരുക്കുമെന്ന് ലെബനൻ സർക്കാർ പറയുമ്പോഴും അതെത്രത്തോളം പ്രാക്ടിക്കലാകുമെന്നുള്ള കാര്യവും സംശയത്തിലാണ്. ഏതായാലും ഒരു വലിയ പലായനം, ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പലായനം. ഇതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ട പലായനം ഗസയിലായിരുന്നെങ്കിൽ ഇപ്പോഴിതാ ലെബനനിലും പലായനം തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.